വിയേഴ്സ്, ഫസൽ സാറാണ് കൂടെ, നമ്മുടെ ശ്രീമത് സാറുണ്ട്. രണ്ടുപേരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പാണ് എന്തോ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീമത് സാർക്ക് എന്തോ കാര്യം കൊണ്ട് പറയണ്ടേ? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനോട് എന്ത് ചെയ്യുക, ഒന്ന് അമർത്തി പിടിച്ചേക്കാം. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞങ്ങൾ ഏകണാണ്. അത് ജനറൽ കണ്ടന്റ് ആണെങ്കിലും സബ്ജക്ട് കണ്ടന്റ് ആണെങ്കിലും കേരളത്തിലെ ഏറ്റവും ആദ്യം ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഏകണിന്റെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് എന്നുള്ള കാര്യമാണ് ആദ്യം പറയാനുള്ളത്. പക്ഷേ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതെ, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യും കൂടെ വേണം. പക്ഷേ നമ്മുടെ സ്കൂളിൽ ഇപ്പൊ മിഡ് ടേം എക്സാമിനേഷന്റെ കാലമാണ്. അപ്പം എല്ലാ കുട്ടികളും നമ്മോട് പറയും, സാർ മിഡ് ടൈം എക്സാമിനേഷൻ ആണ് പഠിക്കേണ്ടത്. അതിന് നേരെ ഓപ്പോസിറ്റ് വേർഷൻ അത് സാറിന് അറിയാം. എന്താ പഠിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. ഇതിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടോ? ഇതിന്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. കാരണം നമ്മൾ സി മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഒക്കെ പറയാറുണ്ട്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ടെസ്റ്റ്. അതെ, അപ്പൊ നിങ്ങളെ SSLCക്ക് സി മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. ആ CE മാർക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മളെ മിഡ് ടേം എക്സാമിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നു. യെസ്. അപ്പോൾ നിങ്ങളെ മിഡ് ടേം എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ എന്ത് മാർക്കിനെ ബാധിക്കും? സി മാർക്കിനെ ബാധിക്കും. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പൊ സി മാർക്ക് എവിടെ വരിക അറിയോ? ആദ്യം നമ്മുടെ ഓണപരീക്ഷയ്ക്ക് വരും, അതിന്റെ മാർക്ക് എടുക്കും, നമ്മുടെ അപ്പീലേക്ക് വരും, അത് കഴിഞ്ഞ് ഫൈനൽ എക്സാമിന് വരും. അപ്പൊ അത് ഫൈനൽ എക്സാമിന് ഓട്ടോമാറ്റിക്കലി ബാധിക്കും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് നമുക്കൊരു സിസ്റ്റം ഉണ്ട് 9ാം ക്ലാസ് വരെ. അത് എന്താണെന്ന് അറിയാം പക്ഷേ, അവസാനത്തെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഫൈനൽ എക്സാമിന് ചോദ്യം വരിക എന്നുള്ള ധാരണ ഉണ്ട്, തെറ്റിദ്ധാരണ. ഫൈനൽ എക്സാമിന് SSLCക്ക് അങ്ങനെയാണോ? ഒരിക്കലും അല്ല. പ്രത്യേകിച്ച് ഞാൻ എന്റെ സബ്ജക്ട് ആദ്യം തുടങ്ങാം, ഫിസിക്സ്. ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് എക്സാമിന് ചോദിക്കാറുള്ളത്. സാറതും അങ്ങനെ തന്നെയാണ്. ജോഗ്രഫി അങ്ങനെ തന്നെയാണ്, ഹിസ്റ്ററി അങ്ങനെ തന്നെയാണ്, എല്ലാ സബ്ജക്റ്റും അങ്ങനെയാണ്. ആദ്യത്തെ ഓണപരീക്ഷയുടെ പോർഷൻസ് ആണ് ഏറ്റവും കൂടുതൽ മാർക്കിന് പരീക്ഷയ്ക്ക് വരാറുള്ളത് SSLCക്ക്. അപ്പൊ ഇവിടെ പഠിക്കാതെ പോയ പിന്നെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യും ചെങ്ങൈമാരെ? മിഡ് ടേമിന് ആദ്യം മാർക്ക് കുറയുന്നു, സ്വാഭാവികമായിട്ട് ഓണപരീക്ഷയ്ക്ക് കുറയും, ഹാഫ് ഇയർലിക്ക് കുറയും, മോഡലിന് കുറയും, ലാസ്റ്റ് പബ്ലിക് എക്സാമിന് എന്ത് ചെയ്യും? എല്ലാം പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നേരെ തിരിച്ചും ചിന്തിച്ചു നോക്കാം. മിഡ് ടേം എക്സാം നല്ലപോലെ പഠിച്ചു, അത് ഓണപരീക്ഷ നല്ലപോലെ തിരുത്തി, പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പബ്ലിക് എക്സാമിന് സമയത്ത് ജസ്റ്റ് ഒന്ന് റിവിഷൻ നടത്തി കഴിഞ്ഞാൽ അത് നിങ്ങളെ കയ്യിൽ ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഉള്ള സമയം കൊണ്ട് ഉറപ്പിച്ചു പോയി കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിന്റെ സമയത്ത് സ്ട്രെസ് ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റും. ഇതേ കാര്യങ്ങൾ നിങ്ങൾ എവിടെ എഴുതണം? ഫൈനൽ എക്സാമിന് എഴുതണം. ഒരു ഭയങ്കര കോൺഫിഡൻസ് കിട്ടുക എന്നുള്ളതാണ്. ഈ ഒരു മാർക്കാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ശരിക്കും തരുന്നത്. ആ പോയിന്റിലേക്ക് നമ്മൾ അടുത്തേക്ക് നമുക്ക്. അതായത് ആദ്യത്തെ ഇംപ്രഷൻ, അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. അപ്പൊ ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല നോളജ് ഉണ്ട്, അറിവുണ്ടെന്ന് ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ ഒന്ന് അറിയിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് മിഡ് ടേം എക്സാമിനേഷൻ. വളരെ കുറച്ച് പഠിക്കാനുള്ളൂ. ഇത് പഠിക്കാൻ പറ്റിയില്ലേ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് 100 ചാപ്റ്റേഴ്സ് ഒക്കെ ഫൈനൽ എക്സാമിന് വേണ്ടി പഠിക്കുക? ഇപ്പൊ ഏകദേശം ഇവർക്ക് പഠിക്കാനുള്ള താല്പര്യം വന്നിട്ടുണ്ടോ? ഇനി അടുത്തൊരു വിഷയം എന്താ വെച്ചാൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. എന്താണ് വഴി? ഇപ്പോഴേ നമുക്കൊരു പിരി കയറുന്നുണ്ട്. കാരണം എല്ലാവരും കൂടെ SSLC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ സമയത്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് പഠിക്കണം, ഒന്ന് ചില്ലാക്കണം. എടാ, ഏകന്റെ വൺ ഷോട്ട് സീരീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? വൺ ഷോട്ട് സീരീസ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒക്കെ വൺ ഷോട്ട് സീരീസ് എനിക്കൊന്ന് ഫിസിക്സ് കഴിഞ്ഞില്ലേ? ഫിസിക്സ് കഴിഞ്ഞു. ഇനിയിപ്പം വരാനുള്ളതൊന്നും സോഷ്യൽ സയൻസിന്റെ ഹിസ്റ്ററി, നമ്മുടെ റെവല്യൂഷൻസിന്റെ ചാപ്റ്റർ അഡ്സിൽ സാർ എടുത്തു. ഇനി ജോഗ്രഫിയിലെ ചാപ്റ്റേഴ്സുമായിട്ട് ഞാൻ വരുന്നുണ്ട് വൺ ഷോട്ടിന്റെ. അത് നമ്മുടെ തിങ്കളാഴ്ച രാത്രി ഞാൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി നേരം കൊണ്ട് പോരാം. ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ ഒരു ചാപ്റ്റർ മുഴുവൻ കിട്ടി. പിന്നെന്താ വേണ്ടത്? അതല്ല നിങ്ങൾക്ക് വേണ്ട വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം വരെ പഠിപ്പിക്കുന്ന രീതിയാണ് ഏകൺ ഫോളോ ചെയ്യുന്നത്. അപ്പം ഒരു കണ്ടന്റ് മിസ്സാവില്ല, എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. അതെങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്നാണ് ഞങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാക്സിമം ആളുകളെയും കൊണ്ട് ഫ്രണ്ട്സിനെയും കൊണ്ട് വരണം. അപ്പം ശ്രീമത് സാർ പറഞ്ഞ പോലെ എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മിഡ് ടൈം എക്സാമിനേഷൻസ് ഒക്കെ. അതൊന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് പഠിക്കണം അല്ല സാറേ? അത്രേ പറയാം. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ടല്ലേ, അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ നമുക്ക് ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു, ബൈ, സീ യു.